സ്പോട്ട് ലൈവ് തുടരുന്നു. കൊച്ചിയിൽ റോഡരികിൽ കിടന്നുറങ്ങിയ ആളെ തീകൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമം. പിറമ സ്വദേശി ജോസഫിനെയാണ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. കടവന്ത്രയിലാണ് സംഭവം. പോക്കറ്റിൽ നിന്ന് പണം കവർന്നത് ചോദ്യം ചെയ്തതിനാണ് തീകൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. സംഭവത്തിൽ കൊച്ചി സ്വദേശി ആൻഡപ്പനെ പോലീസ് പിടികൂടി. 50% പൊള്ളലേറ്റ ജോസഫ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, ഇത് എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? ഈ ആസൂത്രിതമായിട്ടുള്ള ആക്രമണമായിരുന്നു? പുലർച്ചയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കടവന്ത്ര ഭാഗത്ത് വെച്ച് കടവന്ത്ര സഹോദരൻ അയ്യപ്പൻ റോഡിൽ, അതായത് മെട്രോ പില്ലറുകൾക്ക് അതിൻ്റെ താഴെയുള്ള ഭാഗത്ത് നിരവധിയായ ആളുകൾ കിടന്നുറങ്ങുന്ന ഒരു രീതിയെല്ലാം തന്നെയുണ്ട്. പലപ്പോഴും തെരുവിൽ അലയുന്നവരാണ് കൂടുതലായും ആ രീതിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇയാളുടെ പോക്കറ്റിൽ നിന്ന് പണം എടുത്തിരുന്നു. അത് ചോദ്യം ചെയ്താണ് പ്രകോപനത്തിന് ഇടയാക്കിയതെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ആൻഡപ്പൻ ഇയാളുടെ ദേഹത്തേക്ക്, ജോസഫ് മാത്യു എന്ന് പറയുന്ന ആളുടെ ദേഹത്തേക്ക് പെട്രോൾ ഒഴിക്കുകയും തുടർന്ന് തീ കൊളുത്തുകയും എല്ലാം ചെയ്തത്. ഏതാണ്ട് 50%-ലധികം പൊള്ളലേറ്റിട്ടുണ്ട് എന്നതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇയാളെ ആശുപത്രിയിലാക്കിയിട്ടുണ്ട്, ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ആൻഡപ്പനെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഏതായാലും പോലീസ് ഇത് സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കാരണം ഇവരുടെ ഒരു പശ്ചാത്തലം എന്താണ്, ക്രിമിനൽ സ്വഭാവമുള്ളവരാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ച് വരികയാണ്. ഇതിനിടയിൽ ഈ നഗരത്തിൽ ഇങ്ങനെ അലിഞ്ഞ് കഴിയുന്നവർ, ഒപ്പം തന്നെ കടത്തിണയിലും ഇതുപോലെ തന്നെ മെട്രോ പില്ലറുകൾക്ക് കീഴെയുമെല്ലാം കിടന്നുറങ്ങുന്നവർ, ഇവരിൽ പലരിലും ക്രിമിനൽ സ്വഭാവമുള്ളവരും പല കേസുകളിലെല്ലാം പ്രതിയുമായിട്ടുള്ളവരുമെല്ലാം ഈ കൊച്ചിയിലേക്ക് വന്ന് ചേരുന്നുണ്ട് എന്നതെല്ലാം തന്നെ നേരത്തെയും പോലീസ് കണ്ടെത്തിയിരുന്നതാണ്. ചിലപ്പോഴെങ്കിലും അത്തരം കാര്യങ്ങളിൽ നടപടിയുമെല്ലാം തന്നെ എടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അതിനിടയിലാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. നേരത്തെ നമുക്കറിയാം, കടത്തിണ്ണയിൽ കിടന്നുറങ്ങുന്നവർ ചില കാര്യങ്ങളിൽ ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ മുൻവൈരാഗ്യങ്ങളും രാത്രി ഉണ്ടാവുന്ന ഈ കശപിശയും തന്നെ ഇത്തരം ആക്രമണ സംഭവങ്ങളിലാണ് പലപ്പോഴും ചെന്ന് അവസാനിച്ചിട്ടുള്ളത്. ഒരിടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഇത്തരമൊരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇതുപോലെ വഴിയിൽ കിടന്നുറങ്ങുന്നവർ തമ്മിൽ ബഹളമുണ്ടാവുകയും ഇപ്പോൾ തീ കൊളുത്തുകയും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവരൊരു പശ്ചാത്തലം സംബന്ധിച്ചാണ്, ഏതെങ്കിലും രീതിയിലുള്ള ക്രിമിനൽ സ്വഭാവവും അത്തരം കാര്യങ്ങളും അവരുമായിട്ട് ബന്ധമുള്ളവരാണോ, യഥാർത്ഥത്തിൽ ഈ പൈസ സമാനമായിട്ടുള്ള നിരവധി അക്രമ സംഭവങ്ങൾ, കൊലപാതകങ്ങളൊക്കെ കൊച്ചി ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, കേട്ടിട്ടുള്ളതാണ്. കാരണം നിസ്സാര തർക്കത്തിൻ്റെ പേരിൽ, പ്രത്യേകിച്ചും ചെറിയ സാമ്പത്തിക തർക്കത്തിൻ്റെ പേരിലൊക്കെ വഴിയരികിൽ അല്ലെങ്കിൽ കടത്തിണ്ണകളിൽ കടന്നുറങ്ങുന്നവർ തമ്മിൽ സംഘർഷമുണ്ടാകുന്നു, അത് കൊലപാതകത്തിൽ കലാശിക്കുന്ന സംഭവങ്ങളൊക്കെ പലപ്പോഴും കേൾക്കാറുണ്ട്. ഈ ആൻഡപ്പൻ്റെ ഈ കേസിലെ പ്രതിയായിട്ടുള്ള ആൻഡപ്പൻ്റെ ഒരു പശ്ചാത്തലം എന്താണ്? ഇത്തരം ഏതെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണോ ആൻഡപ്പൻ? അതാണ് പോലീസ് അന്വേഷിക്കുന്നത്. കാരണം ഇയാൾ വലിയ രീതിയിൽ, കാര്യമായ രീതിയിലുള്ള ഒരു പശ്ചാത്തലമില്ല എന്നാണ് പോലീസ് പറയുന്നതെങ്കിലും അത് ഇയാളുടെ പറച്ചിൽ മാത്രമാണ്. പോലീസ് കാര്യമായത് അന്വേഷിക്കുകയാണ്. കാരണം ഇങ്ങനെ ഒരു വ്യക്തിയുടെ ദേഹത്തേക്ക് തീ കൊളുത്താനുള്ള മാനസിക നിലയെല്ലാം ഉള്ള ആളുകൾ അത് പരിശോധിക്കപ്പെടേണ്ടതാണല്ലോ. അപ്പോൾ ആ രീതിയിലുള്ളൊരു അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ളൊരു കേസുകൾ കേരളത്തിലോ മറ്റെവിടെയെങ്കിലും ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്, വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. ഏതായാലും അത് സംബന്ധിച്ച് കുറച്ചുകൂടി വ്യക്തത വരാനുണ്ട്. ആൻഡപ്പൻ്റെ ഒരു സാഹചര്യങ്ങൾ എന്താണ്, ഇവിടെ എത്താനുള്ളൊരു സാഹചര്യവും മറ്റു കാര്യങ്ങളും എന്താണെന്നത് പോലീസ് പരിശോധിക്കുകയാണ്. ഏതായാലും ആദ്യഘട്ടത്തിൽ നൽകിയ മൊഴിയൊന്നും കാര്യത്തിൽ പോലീസ് എടുത്തിട്ടില്ല. കൂടുതൽ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേണമെന്ന രീതിയിൽ തന്നെയാണ് പോലീസ് പറയുന്നത്. പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലയിടങ്ങളിൽ നിന്ന് വന്ന കൊച്ചി താവളമടിക്കുന്നവർ പലരും തന്നെ, ക്രിമിനൽ സ്വഭാവമുള്ളവർ പലരും തന്നെയുണ്ട്. അപ്പോൾ അതിലുള്ളതാണോ, അവരുടെ ഒരു സഹവർത്തിയാണോ എന്ന കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ്. ഏതായാലും ഇയാൾ 50%-ലധികമാണ് ഈ ജോസഫ് മാത്യുവിനെ പൊള്ളലേറ്റിട്ടുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ പരിശോധിക്കാൻ ആശുപത്രിയിലെ നില അത് പരിശോധിക്കുന്നു. മറ്റ് ബന്ധുക്കൾ സംബന്ധിയായ കാര്യങ്ങളിലും എല്ലാം തന്നെ അന്വേഷണം പോലീസ് നടത്തുന്നു. ടോം, വ്യക്തമാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിലാണ് പൊതുസ്ഥലത്ത് കിടന്നുറങ്ങുകയായിരുന്ന, റോഡരികിൽ കിടന്നുറങ്ങുകയായിരുന്ന പിറമ സ്വദേശി ജോസഫിന് നേരെ ആക്രമണമുണ്ടായത്. കേസിലെ പ്രതി ആൻഡപ്പനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്.